ശ്രീമതി സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി അദ്ദേഹം അപ്പോയിന്റ്മെന്റ് നേടിയെടുത്തതിന് ശേഷം ഈ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി അവിടെ വരുന്ന ദിവസം MP എന്നുള്ള നിലയിൽ എന്നെ ബന്ധപ്പെട്ടിട്ട് ഞാൻ കൂടി ചെല്ലണം എന്ന് പറയുകയുണ്ടായി. ഞാൻ സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ഒരു കാട്ടുകള്ളനാണ് എന്നോടൊപ്പം വന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അടൂർ പ്രകാശ് പറയുന്നത് കേട്ടാൽ തന്നെ അറിയാം കിടന്ന് മെഴുകുകയാണെന്ന്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ അടൂർ പ്രകാശ് പോയത് ആ പോറ്റിയുടെ കൂടെ തന്നെ. എന്നാൽ അടൂർ പ്രകാശ് പറഞ്ഞു പോകുന്നത് കേട്ട ആ പടത്തിലുള്ളത് താനല്ല എന്നങ്ങനെ പറയുമോ എന്ന് തോന്നി. പക്ഷെ പറഞ്ഞില്ല. എങ്കിലും ഒരുവിധം നന്നായി മെഴുകി പോറ്റിയെ ചാരിറ്റി പ്രവർത്തകനായി അറിയാമെന്ന് പറഞ്ഞതും മാധ്യമങ്ങൾ എന്ത് ചാരിറ്റി എന്ന് ചോദിച്ചതും പോറ്റിയുടെ പ്ലേറ്റ് അടൂർ പ്രകാശ് അങ്ങ് മാറ്റി. ഇതിപ്പോ അടൂർ പ്രകാശ് പറഞ്ഞു പോകുന്നത് കേൾക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളെക്കാൾ സ്വാധീനം സോണിയാഗാന്ധിയുടെ വീട്ടിൽ കള്ളം പോറ്റിക്ക് ഉണ്ടെന്ന് പറയാതെ പറയുകയല്ലേ അടൂർ പ്രകാശ്.